ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരുടെ നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഉമ്മയുടെ വീട്ടിലെ ഈ വർഷത്തെ അവസാനത്തെ നോമ്പാണ് കേട്ടോ. ഇനി ഇൻഷാ അള്ളാ എന്തായാലും വരുന്ന കൊല്ലമായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഇന്നത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഫലൂദയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഫ്രൂട്ട്സാണ് ഇത് കട്ടാക്കിയിട്ടൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് ഫലൂദയാണ്, പാക്കറ്റിൽ ഫലൂദയില്ലേ അതെടുത്തിട്ടൊന്ന് റെഡിയാക്കിയിട്ട് വെച്ചതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മാത്രമായിട്ടുള്ള ചെറിയൊരു ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ പ്രിപ്പയർഡ് ആക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയ ചെറിയ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നന്ന ഹൈറ്റ് ഇല്ലാത്ത ഒരു ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഞാൻ ഉണ്ടാക്കിയ ഫലൂദയിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നടുവിലേക്ക് കുറച്ച് ഞാൻ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത മുന്തിരി, ഉണക്കമുന്തിരി, പിന്നെ അണ്ടിപ്പരിപ്പ്, കുറച്ച് പൊമോഗ്രനേറ്റ് ഒക്കെ ഇല്ലേ, ആപ്പിൾ കട്ടാക്കിയത്, ഇങ്ങനെയൊക്കെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തതാണ് നടുവിൽ. പിന്നെ കുറച്ച് വീണ്ടും ഫലൂദ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് എന്താ പറയുക ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് അധികം സമയമായിട്ടില്ല, അതുകൊണ്ട് തന്നെ അത്ര ഐസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും ഫലൂദ നല്ല ടേസ്റ്റിൽ കുടിക്കാൻ കുറച്ചും കൂടി ഐസിൻ്റെ ആവശ്യമുണ്ട്. ഐസ് ഉണ്ടായാലേ നല്ലൊരു കോൾഡ് ആയാലേ മാത്രം ഫലൂദക്ക് നല്ലൊരു ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ള ഫലൂദ. അങ്ങനെ ഞാനിതാ ഫലൂദ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മാത്രം ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് എല്ലാത്തിൻ്റെ മുകളിലും ഞാൻ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കണേ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ഇടണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല അഭിപ്രായങ്ങളൊക്കെ ഇട്ട് തരാം. എന്നിട്ട് സപ്പോർട്ടാക്കുക. എന്നിട്ട് നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കപ്സ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുറച്ച് എരിവോട് കൂടിയിട്ടുള്ള കപ്സ ഉണ്ടാക്കിയിട്ടുള്ളത്, വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ അടിപൊളിയായിട്ടുള്ള കപ്സും റെഡി ആയിട്ടുണ്ട്. ഇത് നോമ്പ് തുറന്നിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോമ്പ് തുറക്കാനുള്ള എല്ലാ അസംബ്ലിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന ആ സമയം മാത്രം ബാക്കിയുള്ളൂ. ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്. പിന്നെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് തുറന്നിട്ട് നമ്മൾ ചോറ് വയ്ക്കാനാണ് പോകുന്നത്. അങ്ങനെ ഇന്നത്തെ വൈൻഡപ്പ് ആക്കാൻ ഞാനിവിടെ ഈ വർഷത്തെ അവസാനത്തെ എൻ്റെ നോമ്പ് തറ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. അതുവരേക്കും